രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടുമോ? കോടതി വിധി എന്താകും? ഡിജിറ്റൽ തെളിവുകൾ നിർണായകമാകുമോ? രാഹുൽ കീഴടങ്ങുമോ? ഒളിയിടം എവിടെയാണ്? ബംഗളൂരുവിലുണ്ടോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? പുതിയ പരാതിയിൽ എപ്പോൾ കേസെടുക്കും? ഒരു പിടി ചോദ്യങ്ങളുണ്ട്. ചോദ്യമുനിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം നടന്നു കയറുമോ അതോ പോലീസ് പിടിച്ച് എടുക്കുമോ? ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് മുന്നിലുള്ളത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ബംഗളൂരുവിൽ ഉൾപ്പെടെ തിരച്ചിൽ ഊർജിതമാണ്. രാഷ്ട്രീയ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ലൈംഗികാരോപണ പരമ്പരയിൽ പെട്ടിരിക്കുകയാണ് ഒരു MLA. ആ MLA ഒളിവിലായി 7ാം ദിനമാകുന്നു. ഇപ്പോഴും ഈ നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ട് എന്നതിന്റെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് പോലീസ് പിടികൂടുമോ അതല്ല ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം പിടികൂടാനാണോ പോലീസ് നീക്കം? ഹരിമോഹനും TV പ്രസാദും ഋഷിപാലും ഇക്ബാൽ അറയ്ക്കലും മുബഷിർ അക്ബറും അഷ്കർ അലി കരിമ്പയും ദീപക് മോഹനും നോബൽ മാരിക്കാരനും ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമ്പൂർണമായ റിപ്പോർട്ടർ നെറ്റ്വർക്കിൽ ഈ ബൃഹത്തായ റിപ്പോർട്ടറിന്റെ ഈ ശൃംഖലയിൽ പ്രേക്ഷകർക്ക് ഈ വാർത്തകൾ ആദ്യം തന്നെ അറിയാം. പലയിടങ്ങളിൽ നിന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കോടതിയിൽ നിന്നും ഹരിമോഹൻ, രാഹുലിനായുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്നും ഇക്ബാൽ, തിരുവനന്തപുരത്ത് ഒരു രാഹുൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള സൂചനയുമായി TV പ്രസാദ്, ഒപ്പം ഈ പുതിയ പരാതിയിലെ നീക്കമെന്ത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഹരിമോഹനിലോട്. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പഴയ പരാതിയിൽ എന്ത് നടപടി എന്നുള്ളത് ഇന്ന് നമുക്കറിയാം. ഇതുവരെയും പോലീസിന് പിടികൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓട്ടത്തോടോട്ടമാണ്. ആദ്യം പാലക്കാട്ട്, പിന്നീട് തമിഴ്നാട്ടിൽ, പൊള്ളാച്ചിയിൽ, കോയമ്പത്തൂരിൽ, ബംഗളൂരുവിൽ, അതിനുശേഷം കർണാടകയിൽ മറ്റേതോ ഫാം ഹൗസിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നാടകീയമായി തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടാനും മതി. പുതിയ പരാതിയിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടോ ഹരി? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിലും പുതിയ പരാതിയിലെ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഹരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. രണ്ടാമത്തെ പരാതിയും വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ എടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ വൈകിട്ട് കിട്ടിയിട്ടുള്ള പരാതി വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. ആ പരാതിയിൽ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല. KPCC പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിനകത്ത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടിയെ കണ്ടെത്തിക്കൊണ്ട് പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. പക്ഷേ രേഖപ്പെടുത്താൻ തയ്യാറാണോ അല്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറാണോ എന്നുള്ളത് പെൺകുട്ടിയോട് ആദ്യം ചോദിക്കും. അങ്ങനെ തരാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും പുതിയ കേസ്, അതായത് പ്രത്യേകം കേസ് രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം തന്നെ സുഹൃത്തിനും എതിരെ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാൻ കഴിയുക. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ഉടൻ തന്നെ ADGPക്ക്, ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള H. വെങ്കടേഷ് നൽകും എന്നുകൂടി മനസ്സിലാക്കുന്നു. ആ പരാതിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അടിയന്തരമായി ഇമെയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തുക, പെൺകുട്ടിയോട് സംസാരിക്കുക, ആ മൊഴി നൽകാൻ തയ്യാറാണോ, എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ പെൺകുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെന്തായാലും നിലവിൽ ഉള്ള കേസിന്റെ കൂടെ ചേർക്കുകയല്ല, മറിച്ച് പ്രത്യേകം കേസ് തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷിക്കുക എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയമാണ് ഇന്നിപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് പരിഗണിക്കുന്ന സമയത്ത് ഈ പുതിയതായി ലഭിച്ച പരാതി, അതിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് ഇയാൾ, സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല നിരന്തരം നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കും. രാഹുലിനെ ജാമ്യം നൽകി കഴിഞ്ഞാൽ സ്ഥിരം കുറ്റവാളികൾക്ക് ജാമ്യം നൽകുന്ന ഒരു മാതൃക, ഒരു കീഴ്വഴക്കം അത് സൃഷ്ടിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സൂചിപ്പിക്കും, അല്ലെങ്കിൽ കോടതിയെ ധരിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. അതായത് ഡോക്ടറുടെ റിപ്പോർട്ടുണ്ട്, ഒപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴി വിശദമായിട്ടുണ്ട്, അതുപോലെ മറ്റു മൊഴികൾ, സുഹൃത്തുക്കളുടെ മൊഴികൾ അടക്കം എല്ലാം, ശബ്ദരേഖയടക്കം എല്ലാം കൃത്യമായിട്ടുണ്ട്. ഇത് കോടതിയിൽ മുൻകൂർ ജാമ്യം തള്ളാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളാണെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഒരു വിലയിരുത്തൽ. അരുൺ, ഓക്കെ, ഇപ്പോൾ നമുക്കൊപ്പം ഇക്ബാൽ കൂടി ചേരുന്നുണ്ട്. ഹരി, തുടരണം. ഇക്ബാൽ ഇപ്പോൾ ഉള്ളത് പാലക്കാട്ടാണ്. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളതാണ് ചോദ്യം. പാലക്കാട്ട് MLA താമസിച്ച ഫ്ളാറ്റിലില്ല, പാലക്കാട്ട് MLA ഓഫീസിലില്ല, പാലക്കാട്ട് രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തി SIT.
രാഹുൽ എവിടെയുണ്ട്? രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെയാണ് പാലക്കാട്ട് പുരോഗമിക്കുന്നത്? ഇന്ന് രാഹുൽ കേരള അതിർത്തിയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ? മടങ്ങി വരൂ MLA എന്ന് വിളിച്ച് കാത്തിരിക്കുകയാണ് ഒരു മണ്ഡലം. ഇനി എന്തായാലും അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് കാത്തിരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത്തരത്തിൽ കൂടുതൽ പരാതികൾ വരുമ്പോൾ, കാരണം കോൺഗ്രസിനകത്ത് തന്നെ, പ്രത്യേകിച്ച് പാലക്കാട്ടെ കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെ പുറത്താക്കണമെന്നൊരു ആവശ്യം ഉയരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ പാലക്കാടും വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. രാഹുൽ ഈ തമിഴ്നാട്ടിലും മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാട് വഴിക്ക് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ കേരളത്തിലേക്ക് തിരിച്ചു വരിക. അങ്ങനെയാണെങ്കിൽ രാഹുലിനെ പിടികൂടാൻ വേണ്ടി അതിർത്തി മേഖലകളിലെല്ലാം വ്യാപകമായിട്ട് തന്നെയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. വലിയൊരു സേനയെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നായി ഈ മേഖലകളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അരുൺ ചോദിച്ചതുപോലെ പാലക്കാട് വിവിധ നേതാക്കളുടെ വീടുകളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. SIT എവിടെയെങ്കിലും രാഹുൽ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ആരെങ്കിലും രാഹുലിന് സഹായങ്ങൾ ചെയ്തു നൽകുന്നുണ്ടോ എന്നുള്ള പരിശോധനയും SIT സംഘം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലുള്ള നേതാക്കൾ, രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാക്കൾ, A ഗ്രൂപ്പിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം പോലീസ് നിരീക്ഷിച്ചു വരികയും ചെയ്തിരുന്നു. ഏതായാലും വ്യാപകമായിട്ടുള്ള പരിശോധന ഇപ്പോഴും പാലക്കാട് തുടരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ചുവന്ന പോളോ കാർ, രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചുവന്ന പോളോ കാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പരിശോധനയും ഇപ്പോഴും SIT സംഘം തുടരുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട്ടെ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോഴും ഈ അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് രാഹുലെ പിടികൂടുക എന്ന നീക്കത്തിലേക്ക് SITയും പോലീസും കിടക്കുമ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പരിശോധനയും ഇപ്പോഴും വ്യാപകമായി തുടരുന്നു. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ ഈ ഗോപാലപുരം, ഗോവിന്ദാപുരം, അതുപോലെ തന്നെ നടുപ്പടി, കൊഴിഞ്ഞാമ്പാറ മേഖലകളിലെല്ലാം വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. കാരണം പൊള്ളാച്ചി മേഖലകളിലെ ഈ തെങ്ങും തോപ്പുകൾ വഴിക്ക് ഇങ്ങോട്ട് ഈ അതിർത്തി മേഖല കടന്നെത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ പാലക്കാട് ജില്ലയിലേക്ക് കടക്കാൻ തന്നെ ഇപ്പോൾ ഏതായാലും സേനകൾ അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം മറ്റ് സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുന്ന പല വാഹനങ്ങളും ഇപ്പോൾ പരിശോധിച്ചു. ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ ഒരു പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഒരു അവസ്ഥയെ ഇപ്പോൾ അവരുടെ MLA തിരഞ്ഞ് പോലീസ് അതിർത്തിയിൽ വലവിരിച്ചിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളിലും.